കഥ എന്ന് പറയുന്നത് നമുക്ക് ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ കേശവൻ എന്ന് പറയുന്ന വ്യക്തി കൃഷിക്കാരനാണ്. അയാളുടെ കൃഷികളെല്ലാം നശിച്ചു, അയാളുടെ കുടുംബം പട്ടിണിയായി, അയാൾ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ അയാളും മക്കളും ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു കഥയുടെ ഉദാഹരണമായിട്ട് എടുക്കാം. അതൊരു കഥ നമുക്ക് വാക്കാൽ അല്ലെങ്കിൽ വാഗൊണ്ട് പറയാവുന്ന ഒരു രീതിയിൽ പറഞ്ഞാലും അത് കഥയാണ്. പക്ഷേ അത് തിരക്കഥയാവുമ്പോൾ ആ കഥ ഏത് രീതിയിലാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ആ കഥ പറയുന്നത് എന്നുള്ളതാണ് തിരക്കഥ. അതായത് ഇപ്പോൾ ഈ കേശവൻ എന്ന് പറയുന്ന കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്ത് കിടക്കുന്നിടത്തുനിന്ന് വേണമെങ്കിൽ കഥ ആരംഭിക്കാം, അല്ലെങ്കിൽ ഇയാൾ കൃഷി ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സീനിൽ നിന്ന് കഥ ആരംഭിക്കാം, അല്ലെങ്കിൽ ഇയാളുടെ കുട്ടികളിൽ നിന്ന് കഥ ആരംഭിക്കാം, ഇയാളുടെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുന്നു. അപ്പോൾ അത് ആ കഥ എങ്ങനെ നരേറ്റ് ചെയ്യുന്നു, എങ്ങനെ പറയുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കേതിക വാക്കാണ് തിരക്കഥ. പിന്നെ ആ തിരക്കഥയിൽ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംഭാഷണങ്ങളിലൂടെ കേശവനും മക്കളും ഭാര്യയായിട്ടുള്ള എന്താണ് ആ സീനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വാചകത്തിലൂടെ സംഭാഷണങ്ങളിലൂടെ നമ്മൾ പറയുന്നതിന് സംഭാഷണം എന്ന് പറയുന്നു. അപ്പം ഒരു മൊത്തത്തിലുള്ള ഒരു കഥയെടുത്ത് നോക്കിയാൽ കഥയേക്കാൾ ഉപരി ആ കഥ പറയുന്ന രീതി, ആ തിരക്കഥക്കാണ് സിനിമയിൽ പ്രാധാന്യം. അതെങ്ങനെ പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു കഥയുടെ മികവും അതിൻ്റെ വിജയവും.